അപ്പോൾ ഈ ഇതുണ്ടോ, ഈ സാധനമൊക്കെ നമ്മൾ 2 ദിവസത്തെ റിട്ടേൺ. അപ്പോൾ ഈ കൊമേഴ്സ് ബിസിനസ് നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് ഈ റിട്ടേൺസ് വരുമ്പോൾ ആദ്യം ഭയങ്കര വിഷമമായിരിക്കും. നമ്മൾ അയച്ച സാധനം തിരിച്ചു വരുമ്പോഴേ ഇല്ലാത്ത സംഭവം പിന്നീട് നമുക്കത് ശീലമായി, കുഴപ്പമൊന്നുമില്ല. കാര്യം ഇതിനകത്ത് കൂടുതലും കൊറിയർ റിട്ടേൺ ആയിരിക്കും. കസ്റ്റമർ റിട്ടേൺ വളരെ കുറവാണ്. കാര്യം നമ്മൾ കസ്റ്റമർ റിട്ടേൺ കൂടുമ്പോഴാണ് നമുക്ക് പേടിക്കേണ്ടത്. നമ്മൾക്ക് മൊത്തത്തിൽ അത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും. അപ്പോൾ എൻ്റെയൊക്കെ ഒരു ആവറേജ് ഞാൻ എപ്പോഴും മെയിൻറ്റെയിൻ ഒരു 2 to 3% ആണ് നമ്മൾ കസ്റ്റമർ റിട്ടേൺ വരുന്നത്. ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു റിട്ടേൺ പെർസെൻറ്റേജ് ആണ്. പക്ഷേ നമ്മൾ കൊറിയർ റിട്ടേൺ ഇപ്പോൾ ഉണ്ട്, ഇതിനകത്ത് കൂടുതലും കൊറിയർ റിട്ടേൺ ആയിരിക്കും. ഈ കൊറിയർ റിട്ടേൺ നമുക്ക് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. അതിപ്പോൾ ഈ കൊറിയറുകാരനെ വിചാരിക്കണം. ഇതിപ്പോൾ എങ്ങനെയായാലും ഇവിടുന്ന് ഇപ്പോൾ കുറച്ച് 2-3-4 ചാക്ക് കൊണ്ടുപോകും, ഒരു 2 ചാക്ക് ഇവിടെ തിരിച്ചു കൊണ്ട് തരും. ഇതിങ്ങനെ നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇതിനകത്ത് നമുക്ക് ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഡാമേജ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ക്ലെയിമും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ ഈ പറഞ്ഞാൽ ഈ പാക്കിങ്ങും അല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് നഷ്ടമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഒരു കൊമേഴ്സ് ബിസിനസ്സിൻ്റെ ഒരു ഭാഗം തന്നെയാണ് റിട്ടേൺസ് ഇല്ലാണ്ട് നമുക്ക് ഇതിനകത്ത് മുമ്പോട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ആദ്യത്തെ കാര്യങ്ങളിൽ കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവും. പിന്നീട് ഈ പറഞ്ഞ പോലെ അതങ്ങോട്ട് ശീലമാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കൊമേഴ്സിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ.